എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആഴിമലയിലാണ്. അപ്പോൾ ആഴിമല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലോട്ട് ഓടി വരുന്നത് വെച്ചാൽ ശിവവിഗ്രഹത്തെക്കുറിച്ചാണ് നമ്മളെ മനസ്സിലോട്ട് ആദ്യം തന്നെ ഓടി വരുന്നത്. അപ്പോൾ അവിടെ തന്നെ കറക്റ്റായിട്ട് ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ശിവവിഗ്രഹമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പയുടെ പേര് സെൽവകുമാർ എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്, അമ്മയുടെ പേര് അനിത സെൽവൻ എന്നാണ്. ഇതാണ് എൻ്റെ അനിയൻ ആകാശ് സെൽവ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുള്ളത് സൂര്യ എന്നായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഒറിജിനൽ പേര് ആദർശ് സെൽവ് എന്നാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാനുള്ളത് കാശി എന്നായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി. ഇനി നമുക്ക് നേരെ തന്നെ നമ്മളെ ശിവവിഗ്രഹത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഇപ്പോൾ ഞാൻ കടലിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. ആഴിമല കടലിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല, കാണാൻ കണ്ടില്ലേ കൈവരിയൊക്കെ ഉണ്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ദാ ഇവിടെയാണ് നിൽക്കുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മളിത് നോക്കിയാലും നമ്മളെ ശിവൻ്റെ ആ ഒരു പ്രതിമ നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടില്ലേ. ശിവവിഗ്രഹം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മളെ ശിവൻ്റെ ജഡ, അതായത് മുടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയി കാണാൻ കഴിയും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ശിവൻ്റെ ഫുൾ, അതായത് ഫ്രണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് നേരെ തന്നെ ശിവവിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. അപ്പോൾ കോവിലിൻ്റെ അകത്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിലിൻ്റെ അകത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോവിലിൻ്റെ അകത്തായിട്ട്, അതായത് കോവിലിൽ നിന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. ശിവവിഗ്രഹം മാത്രമായിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് നേരെ തന്നെ കോവിലിൻ്റെ അകത്തേട്ട് നമുക്ക് പോയതിന് ശേഷം ശിവവിഗ്രഹം നമുക്ക് നല്ല രീതിയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും, അടിപൊളി കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് ശിവവിഗ്രഹം പകുതി നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ശിവവിഗ്രഹം പകുതി നിങ്ങൾക്ക് കാണാൻ കഴിയും, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ അകത്ത് ഫുൾ രൂപം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അകത്താണ് ഈ ഫുൾ രൂപം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം കാണാൻ കഴിയും. അപ്പോൾ ലഭ്യമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ വീഡിയോസുമായി കാണാം. അതുവരേക്കും ബൈ.